ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റെപ്പുകൾ സ്വയമായി കയറി വളരെ സന്തോഷത്തോടു കൂടി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അടുത്ത സീനിലാണ് ഗൂഢാലോചന നടക്കുന്നത്. സീൻ 6 ഗൂഢാലോചന നടക്കുകയാണ്. മന്ത്രി പെട്ടെന്ന് നമ്മുടെ എൻ ഷംസീറിനെ കാണുകയാണ്. ശ്രീ എൻ ഷംസീർ പറയുന്നു, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഉടനെ CM-നെ വിളിക്കണമെന്ന് പറയുകയാണ്. CM-നെ വിളിക്കാൻ വേണ്ടി സീൻ 7 ഫോൺ വിളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് മന്ത്രിയുടെ മുഖം മാറുന്നു, വല്ലായിക പ്രകടിപ്പിക്കുന്നു, കഴുത്തിന് വേദനയാകുന്നു, കയ്യിൽ മുറിവ് കാണിക്കുന്നു. ഉടനെ മന്ത്രിക്ക് നിർദ്ദേശം കിട്ടുകയാണ്, പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ അങ്ങ് അഡ്മിറ്റ് ആകണം. സീൻ 8 എന്താണ്? ഒരു എന്താ പറയുന്നത്, സഹപ്രവർത്തകയായിട്ടുള്ള മന്ത്രി, ആ മന്ത്രിയെ അത്യാഹിത വിഭാഗത്തിൽ ആംബുലൻസിൽ കയറ്റിവിട്ട് ശ്രീ ഷംസീർ വന്ദേ ഭാരതിൽ യാത്ര പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അത് നാടകമേ ഉലകം എന്നുള്ളതല്ലാതെ മറ്റൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കേരളത്തിലെ DYFIക്കാരെ വെല്ലുവിളിക്കും, കേരളത്തിലെ CPM-നെ വെല്ലുവിളിക്കും. മന്ത്രിയെ ആക്രമിക്കുന്ന ഏതെങ്കിലും KSUക്കാരൻ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ ഇനാം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. 1 ലക്ഷം രൂപ ഇനാം. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യം പുറത്തുവിട്ടാൽ RPF-ന്റെ ദൃശ്യങ്ങളുണ്ട്, ഏതാണ്ട് 10ഓളം ചാനലുകളുടെ ദൃശ്യമുണ്ട്, അതിൽ തന്നെ കൈരളിക്കാരന്റെ ദൃശ്യമുണ്ട്, ഇതുകൂടാതെ DYFIക്കാരന്റെ റീൽസ് ക്യാമറകളുണ്ട്, മന്ത്രിയുടെ ഏകദേശം 2ഓളം റീൽസ് ക്യാമറകളുണ്ട്. ഇതിൽ നിന്ന് ഏതാണ്ട് ഒരു 15ഓ 16ഓ ക്യാമറകളിൽ നിന്ന് മന്ത്രിയെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു ദൃശ്യം പുറത്തുവിട്ടാൽ 1 ലക്ഷം രൂപ ഞങ്ങൾ ഇനാം പ്രഖ്യാപിക്കുകയാണ്. അത് ഇതേവരെ പുറത്തുവിടാൻ കേരളത്തിലെ CPM-നോ DYFIക്കോ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം കേരളത്തിന്റെ മുന്നിൽ അപഹാസ്യയായിരിക്കുന്ന മന്ത്രിയെ ആരോഗ്യവകുപ്പിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ നാടകം കേരള ജനതയ്ക്ക് മുമ്പിൽ പൊളിഞ്ഞു വീണ് പാളിസായിട്ടുണ്ട് എന്ന് ഞങ്ങൾ വ്യസന സമേതം അറിയിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഇനി എന്തൊക്കെ നാടകം കളിച്ചാലും, ഞാൻ പ്രത്യേകം പറയുകയാണ്, മെഡിക്കൽ കോളേജാണ്. കാരണം കൈക്ക് പരിക്കേറ്റവർ ചികിത്സിക്കാൻ ചെന്നപ്പോൾ നാക്കിന് സർജറി ചെയ്ത മെഡിക്കൽ കോളേജാണ്. കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കൈയിൽ സർജറി നടത്തിയപ്പോൾ വളഞ്ഞുപോയ ആശുപത്രിയുള്ള സ്ഥലമാണ്. ഒരു ചെറിയ രോഗത്തിന് ചെന്നപ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ദിവ്യയുടെയും നവീൻ ബാബുവിന്റെയൊക്കെ കേസുള്ള സ്ഥലമാണ്. CPM എന്തു വേണമെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കാണിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് BP കൂടുതലാണ്, അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലേക്ക് മാറ്റിയെന്നൊക്കെ പറയുമ്പോൾ ഇത് താങ്കൾ തന്നെ ഭരിക്കുന്ന മെഡിക്കൽ കോളേജ് ആണ് എന്നുള്ള ബോധ്യം താങ്കളുടെ ഉള്ളിലുണ്ടാകണം. പെട്ടെന്ന് തന്നെ ഈ നാടകം നിർത്തി പുറത്തു വരണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഞങ്ങൾക്ക് തരാനുള്ളത്.